സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി നേരിട്ടെത്തി സിദ്ധാർത്ഥന് അനുകൂലമായി മൊഴി കൊടുക്കുന്നതിൻ്റെ പേരിൽ കേസ് എങ്ങനെ വിജയിക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് മോഹൻ തമ്പി വക്കീൽ. കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തറവേല കാണിക്കാനും അയാൾ മടിക്കുന്നില്ല. ചന്ദ്രമതി സിദ്ധാർത്ഥന് അനുകൂലമായി മൊഴി കൊടുക്കുന്നു. മാത്രമല്ല ത്യാഗരാജനെ അയാൾ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും കോടതിയിൽ തുറന്നു പറയുകയും ഗിരീഷ് മാഷിനെതിരെ ത്യാഗരാജൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കള്ളപ്പീഡന കേസ് പരാതി കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ അറിയിക്കുന്നു. ബലരാമൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് സിദ്ധുവും ബലരാമനും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എന്തു തന്നെ സത്യം തുറന്നു പറയാനും ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്ന സമയത്ത് മജിസ്ട്രേറ്റ് എല്ലാം കേട്ട് എഴുതിയെടുത്തതിന് ശേഷം ലഞ്ച് ബ്രേക്കായിട്ട് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് മോഹൻ തമ്പി വക്കീൽ കണക്കിന് കൊടുക്കുന്നുണ്ട് ത്യാഗരാജന്. മാത്രമല്ല കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ അവസാന നിമിഷം മോഹൻ തമ്പി വക്കീലിൻ്റെ മനസ്സിൽ ഒരാശയം ഉദിക്കുന്നു. അതായത് ചന്ദ്രമതിക്ക് ഭ്രാന്താണെന്ന് കോടതിയിൽ വരുത്തി തീർക്കണം. തൻ്റെ മകളും ഭർത്താവും അധിക കാലതാമസമില്ലാതെ മരിച്ചതിൻ്റെ പേരിൽ മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയാണ് ചന്ദ്രമതി. അതുകൊണ്ട് തന്നെ മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയുടെ മൊഴി കോടതി അംഗീകരിക്കരുത് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുന്നു. അതിൻ്റെ പേരിൽ അരുന്ധതിയെ വിളിച്ച് കാര്യം അവതരിപ്പിക്കുന്നു. മാത്രമല്ല മോഹൻ തമ്പി വക്കീലിൻ്റെ സ്വാധീനവും അരുന്ധതിയുടെ സ്വാധീനവും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് കുറേ പേപ്പേഴ്സും റിസൾട്ടും ഒക്കെ തയ്യാറാക്കി ഒപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കള്ള റിസൾട്ടെല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല കോടതിയെ മോഹൻ തമ്പി വക്കീൽ ബോധിപ്പിക്കുന്നുണ്ട്, ത്യാഗരാജൻ ചന്ദ്രമതിയെ പൂട്ടിയിടാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, മകളും ഭർത്താവും മരിച്ച ചന്ദ്രമതിയുടെ മാനസിക നില തെറ്റി മറ്റുള്ളവരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് മാത്രമാണ് പൂട്ടിയിട്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയത്താൽ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന് അനുകൂലമായി പറഞ്ഞ ഈ മൊഴികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ തമ്പി വക്കീൽ വാദിക്കുന്നത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ അങ്ങ് വിഷമവും ദേഷ്യമൊക്കെ ആകുന്നു. മാത്രമല്ല പ്രഭാവതിക്കും നന്ദനും ദേവികയ്ക്കും കേസ് ഏത് രൂപത്തിലും വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ ഇരുന്ന് അവർക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് പോലെയാകുന്നു തമ്പി വക്കീലിൻ്റെ ഈ വാദം. തമ്പി വക്കീൽ ഇതുപോലെ കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു നിവൃത്തിയില്ലാതെ മേരി തോമസിനെയും തനൂജയെയും കോടതിയിലേക്ക് വലിച്ചിഴക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ കാട്ടൂരാൻ വക്കീലിന്. കാരണം തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയായതുകൊണ്ടാണ്. ചന്ദ്രമതിയുടെ വാക്കുപോലും കോടതി വിശ്വസിക്കരുതെന്ന് തറപ്പിച്ച് വാദിക്കുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യാൻ ബലരാമൻ്റെ മകളാണ് ഈ പറയുന്ന തനൂജ. അതിനു വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റ് ചെയ്യാനും സമ്മതമാണെന്നുള്ളതും തനൂജയുടെ അമ്മ മേരി തോമസ് ആണെന്നും വിവാഹത്തിനു മുമ്പ് അവർക്കുണ്ടായ ബന്ധത്തിലുള്ള ഒരു കുഞ്ഞാണ് തനൂജ എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് സിദ്ധാർത്ഥൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചു വരികയും മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ കൊടുത്ത് സിദ്ധാർത്ഥൻ തൻ്റെ പിതാവാണെന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ കാട്ടൂരാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേസമയം തനൂജയും കോടതിയിലെത്തുന്നു നേരിട്ട് മൊഴി കൊടുക്കാനായി. എന്തായാലും തമ്പി വക്കീലിന് കോടതിയിൽ സിദ്ധാർത്ഥൻ അനുകൂലമായി മൊഴി കൊടുക്കാൻ വരുന്ന എല്ലാവർക്കും മാനസിക നില തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. തനൂജ കോടതിയിൽ തുറന്നടിക്കുന്നുണ്ട്, ബലരാമൻ്റെ മകളാണ് താനെന്നും തൻ്റെ അമ്മയുടെ പേര് മേരി തോമസ് എന്നാണെന്നും ചന്ദ്രമതി മേഡത്തിന് യാതൊരു മാനസിക പ്രശ്നമില്ല, കാരണം എൻ്റെ കൂടാണ് ചന്ദ്രമതി മേഡം ഇത്രയും നാൾ ബോംബെയിൽ താമസിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാനാകും. ഒടുവിൽ നിരപരാധിയായ സിദ്ധാർത്ഥനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ മേരി തോമസ് തന്നെ നേരിട്ട് കോടതിയിലെത്തി അനുകൂലമായി മൊഴി കൊടുക്കുന്ന ആ ഒരു നിമിഷമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം സിദ്ധാർത്ഥനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആൾക്കാർ സ്നേഹത്തിൻ്റെ വജ്രായുധം തീർക്കുമ്പോൾ മോഹൻ തമ്പി വക്കീലിന് അതിൽ പരാജയം ഏറ്റുവാങ്ങാനേ സാധിക്കൂ. അപ്പം കാത്തിരിക്കാം ആ ഒരു കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.